ഗൈസ് നമ്മുടെ സുഭാഷ് ഏട്ടൻ പാവം നിധിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. താൻ ഒരു സാധാ ഒരു ദിവസക്കൂലി ജോലിക്കാരനാണ് എന്നുള്ള ഒരു സത്യം കൊണ്ടുപോയി കാണിച്ചൊക്കെ കൊടുത്ത് പറഞ്ഞു കൊടുക്കുകയാട്ടോ. അപ്പൊ നിധിക്ക് സുഭാഷ് ഏട്ടനോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സുഭാഷ് ഏട്ടനാണ് നിധിയോട് ആത്മാർത്ഥത കൂടുതൽ കാണിക്കുന്നത് അല്ലെ. അപ്പൊ നിധി ഇക്കാര്യം വേഗം തന്നെ നമ്മുടെ സുധീഷിനെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ സുധീഷിനോട് പറയുന്നുണ്ട്, നിങ്ങൾ കുടിച്ചവളത്തെ വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ അമ്മാതിരി കള്ളങ്ങളും കാര്യങ്ങളുമാണ് നിങ്ങൾ എന്നോട് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ കാണുന്നതേ എനിക്ക് വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിധി എങ്ങോട്ടൊക്കെയോ പോയി വേറെ ഒരു സ്ഥലത്തേക്ക് പോയി ഇരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് സുധീഷ് നിധിയെ തേടി അന്വേഷിച്ചു പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് കാണുന്നില്ല. നിധിയാണെങ്കിൽ എവിടെയൊക്കെയോ പോയിരുന്നു. ഭയങ്കര കരച്ചിലാണ്. താൻ വിശ്വസിച്ച് പോകുന്നതാണല്ലോ, പക്ഷേ സുധീഷ് തന്നെ ചതിക്കുക മാത്രമാണല്ലോ ചെയ്യുന്നതെന്നൊക്കെ ഓർത്ത് നിധി ഭയങ്കര കരച്ചിലാട്ടോ. അപ്പൊ സുധീഷ് വേഗം തന്നെ സുഭാഷിന്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് അനിയത്തിയോടുള്ള ഇഷ്ടം കൂടിയപ്പോൾ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. നിങ്ങളപ്പോ എന്റെ കാര്യം ഓർത്തോ? അനിയന്റെ ജീവിതം എങ്ങനെയായാലും നിങ്ങൾക്ക് ഇനി ഒരു കുഴപ്പമില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ നമ്മുടെ ചേട്ടനും അനിയനും തമ്മിൽ മുട്ടൻ അടിയാവുന്നുണ്ടേ. ലാസ്റ്റ് നമ്മുടെ സുധീഷ് ദേഷ്യം സഹിക്കാനാവാതെ നമ്മുടെ സുഭാഷ് ചേട്ടന്റെ കരണത്തിട്ട് വരെ അടിക്കുന്നുണ്ട് കൂട്ടുകാരെ. അത് ഭയങ്കരമായിട്ടുള്ള ഒരു നിമിഷങ്ങളാട്ടോ. നമുക്ക് കാണുമ്പോൾ കണ്ടു നിൽക്കാൻ പറ്റില്ല. പക്ഷേ അത്രയ്ക്കും ഭയങ്കര സങ്കടം തോന്നിപ്പോകും. എന്റെ സുഭാഷ് ചേട്ടൻ ഭയങ്കര സങ്കടത്തോടുകൂടി നമ്മുടെ സുധീഷിനെ നോക്കുന്നുണ്ട്. പിന്നീട് ആ വീട് ഒരു മരണ വീട് പോലെ ആവുകയാണ്. എല്ലാവരും അവിടെ എവിടെ നിൽക്കുന്നു. എല്ലാവരും കൂട്ടക്കരച്ചില്. ലാസ്റ്റ് നമ്മുടെ അനിയന്മാര് വന്ന് നമ്മുടെ സുഭാഷ് ചേട്ടനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സുധീഷ് അല്ലട്ടോ, അനിയന്മാര് വന്ന് നമ്മുടെ സുഭാഷ് ചേട്ടനെ ആശ്വസിപ്പിക്കുന്ന ഒരു രംഗങ്ങളാട്ടോ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.